ഐസ് ബ്രേക്കിംഗ് സെഷനോട് കൂടി നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങാം. എല്ലാം റെഡി ആണല്ലോ? ഓക്കേ തുടങ്ങിയോ? ഒരു മനസ്സായിരുന്നു ചേരാം, ഒരുമയുടെ പാട്ടുപാടാം, മകളെ ഒത്തെടുക്കാം, ഒരുമയായി നിങ്ങളെ APJ അബ്ദുൽ കലാം എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ? നമുക്ക് പറയാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാം അല്ലേ? വാട്ട്സ് ദ ഫുൾ നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ? അബുൽ പകീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അദ്ദേഹം നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചായിരുന്നു. എന്ത് കാണാൻ പഠിപ്പിച്ചത്? സ്വപ്നം കാണാൻ. പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ദ തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട്സ് ഇൻ ആക്ഷൻ. എന്താണ്? സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക. മനസ്സിലായോ? സ്വപ്നങ്ങൾ നമുക്ക് എന്ത് തരും? പ്രതീക്ഷകൾ തരും അല്ലേ? പ്രതീക്ഷകൾ നമ്മൾ എന്തിലേക്ക് നയിക്കും? സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നയിക്കും അല്ലേ? അതാണ് അദ്ദേഹം നമ്മളുടെ പഠനം. ഇനി മക്കളെ 9 വയസ്സുള്ള ഒരു കുഞ്ഞ്, മനസ്സിലായോ? സാറിന്റെ വീട്ടിലുണ്ട്. ഈ കുഞ്ഞിന്റെ വീട്ടിലോട് സാറിന് ചേരുകയാണ്. ചെറുപ്പോ ഉണ്ടോടാ? എന്താണ്? ഷെൽഫ് നിറച്ച് പുസ്തകങ്ങൾ അടുക്കി 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 വെച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇത് വെച്ചേക്കുന്ന ഷെൽഫ് നിറച്ച ബുക്കുകൾ. അപ്പം നമ്മൾ എന്ത് ചോദിക്കും? സ്വാഭാവികമായിട്ട് കണ്ടിട്ട് നമ്മൾ എന്ത് ചോദിക്കും? മോളാണോ സ്കൂളില് ഫസ്റ്റ് എന്ന് ചോദിച്ചു. സാറ് ചോദിച്ചു, കട്ടകാലത്തിന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇല്ല. ചോദിച്ചു മോളാണോ സ്കൂളിൽ ഫസ്റ്റ് എന്ന്. അപ്പൊ ഈ കുഞ്ഞെടുത്ത ഭാഗം എന്നോട് പറയുക, ആൽഫി വിഷമിക്കുന്നു. ഒറ്റ വാക്ക്, ആര് വിഷമിക്കുന്നത്? ആൽഫി വിഷമിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ ഈ കാര്യം എന്തുവാ. മോളാണോ സ്കൂളിൽ ഫസ്റ്റ് കുഞ്ഞ് പറയുകയാണ് ആൽഫി വിഷമിക്കുന്നു. എന്താ മക്കളെ അങ്ങനെ പറഞ്ഞത്? മോളുടെ കയ്യിൽ ഇത്രയും ബുക്സ് ഒക്കെ ഇരിക്കുന്നല്ലോ, മോൾ ഇത്രയും നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണല്ലോ. സാറ് പറഞ്ഞതൊക്കെ ശരിയാ. മനസ്സിലായോ? ഞാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്റെ അച്ഛൻ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ഞാനല്ല സാറേ സ്കൂളിൽ ഫസ്റ്റ്. ആരാണ്? ആൽഫിയാണ്. മനസ്സിലായോ? അപ്പൊ അവള് പറഞ്ഞൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ആൽഫി എന്താണ് ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ അവന്റെ അമ്മ വിഷമിക്കും. എന്താ പോയിട്ടാ പറഞ്ഞത്? ആൽഫി ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ അമ്മ വിഷമിക്കും. ആൽഫി ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ അവന്റെ അമ്മ വിഷമിക്കും. അന്നേരം പറയുകയാണ് എന്താണ്? ആൽഫിക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആരെ വഴക്ക് പറയും? അമ്മയെ വഴക്ക് പറയും. ആൽഫി വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ആൽഫിക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്, ഫസ്റ്റ് ആവാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവൾ എന്നോട് പറയാ, സാറേ സാറിന് കഥ കേട്ടിട്ടുണ്ട്. സാറേ അന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ നമുക്ക് വിളിക്കുന്നത് ഉടുപ്പികളെന്നാണ്. അപ്പൊ ഇത് വെച്ച് പറയുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞൻ ചെന്നു. മനസ്സിലായോ? ശാസ്ത്രജ്ഞൻ ചെന്നിട്ട് അറിയാം, കുറച്ച് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ചേർന്ന് നിർത്തിയിട്ട് പറഞ്ഞ് ഓട്ടമത്സരം നടത്താം, ഓടാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോക്ലേറ്റ് കുത്തിയിട്ടാണ് ഓടിക്കുന്ന പിള്ളേർ. അതിനകത്ത് ഫസ്റ്റ് കിട്ടുന്ന അദ്ദേഹം പറഞ്ഞ് ചോക്ലേറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതേ കുട്ടികളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വിചാരം എന്താണ്? ഇപ്പൊ ഒരാൾ ഓടും, ഓടി ജയിച്ച് അയാൾ വരും, അയാൾക്ക് സമ്മാനം കൊടുക്കാമെന്നാണ്. അദ്ദേഹത്തെ അതിശയപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം കൈയോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോട്ടം. മനസ്സിലായോ? ഇവരെല്ലാം കൂടെ ചേർന്ന് ഓരോട്ടം. ആരാ ജയിച്ചതെന്ന് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം കൺഫ്യൂസ് ആയി പോയി. എന്തായി സംഭവിക്കുന്നത്? എന്താണ്
കൊടുക്കുകയാണ്. ഞങ്ങളുടെ പൂർവികര് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു അറിവാണിത്. മനസ്സിലായോ? എന്താണ്? പരസ്പരം ചേർന്ന് നിൽക്കുക. നിങ്ങളിപ്പോ എങ്ങനെ നിൽക്കുന്നത്? നിങ്ങളിപ്പോ എങ്ങനെ ഇരിക്കുന്നത്? ചേർന്നിരിക്കുകയാണ്. എന്തിന്റെ കൂടെയാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്? SPC എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയുടെ കീഴിൽ നിങ്ങൾ എന്തിരിക്കുകയാണ്? ചേർന്നിരിക്കുകയാണ്. അല്ലേ? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മനസ്സായിട്ടിരിക്കുന്ന ആളുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് SPC ചേർന്നിരിക്കുന്നത്? 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനാണോ? അല്ല, ഞങ്ങൾ അതിനല്ല സാറേ ചേർന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെ എന്ത് വർദ്ധിപ്പിക്കണം? പേഴ്സണാലിറ്റി. എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? പേഴ്സണാലിറ്റി. What is your personality? What is your personality? What is your personality? ഇങ്ങോട്ട് നോക്കിയേ, ഈ ചിരി കണ്ടോ? ഇത് പേഴ്സണാലിറ്റിയാണ്. ഈ ഡ്രസ്സിംഗ് കണ്ടോ? ഇത് പേഴ്സണാലിറ്റിയാണ്. മനസ്സിലായോ? ഈ ബോഡി ലാംഗ്വേജ് കണ്ടോ? ഇത് പേഴ്സണാലിറ്റി. മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ഹിസ് പേഴ്സണാലിറ്റി? His appearance is his personality. ആരെങ്കിലും നമ്മളോട് പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്നേരം കൊടുത്തേക്കണം മറുപടി. എന്റെ അപ്പിയറൻസ് ഇങ്ങോട്ട് നോക്കണേ. കേട്ടോ? എന്റെ ചിരി കണ്ടോടെ കണ്ടു. കേട്ടോ? എന്റെ നോട്ടം കണ്ടോടെ കണ്ടു. എന്റെ ഡ്രസ്സിംഗ് കണ്ടോടെ കണ്ടു. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി. അല്ലാതെ എന്റെ സ്വഭാവം എടുത്ത് കാണിക്കാൻ പറ്റുമോ? എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സ്നേഹമുണ്ടോ നിങ്ങളോട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇത്രയും ആദരവുണ്ടോ നിങ്ങളോട് കാണിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? നമ്മളെ കയ്യിലെന്തോ മക്കളെ ഒന്നും കേട്ടോ. അപ്പൊ ഇതൊന്നും നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? What is your personality? My appearance is my personality. What is your personality? My appearance is my personality. What is your personality? My appearance is my personality. Yes. How you have to improve your personality. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? എന്ത് ചെയ്യും? നിങ്ങൾ ഗ്രീറ്റിംഗ്സ് നടത്തും. അല്ലേ? കാറിഞ്ഞോട്ട് കയറി വന്നപ്പോ നിങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് എന്ത് പറഞ്ഞ്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് എന്നാണോ പറഞ്ഞത്? അല്ല, ഗുഡ് മോർണിംഗ് എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര മണി ഗുഡ് മോർണിംഗ് പറയും? രാവിലെ 12 മണി നമ്മൾ എഴുതി വെച്ചേക്കുക. അല്ലയോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തൊട്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നത് തൊട്ട് 12 മണി വരെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയും. അത് കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ എത്ര മണി വരെ പറയും? 2 മണിയാകുമ്പോൾ നിർത്തും. കാരണം ഞങ്ങൾ ചോറുണ്ട് കഴിക്കുക സമയം. ഇല്ലയോ? ഇനി മുതൽ ഗുഡ് ആഫ്റ്റർനൂൺ 2 മണിക്ക് നിർത്തരുത്. എന്താ വേണം? ടിൽ സൺസെറ്റ് വരെ എന്ത് പറയണം? നമ്മള് ഗുഡ് ആഫ്റ്റർനൂൺ പറയണം. ഗുഡ് ആഫ്റ്റർനൂൺ എപ്പം വരെ പറയണം? ടിൽ സൺസെറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ആഫ്റ്റർ സൺസെറ്റിലെ നമ്മൾ എന്ത് പറയാവുള്ളൂ? ഗുഡ് ഈവനിങ്. ഇതിപ്പോ നമ്മൾ 7 മണിക്കാണ് കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്ത് പറയും? ഗുഡ് നൈറ്റ്. ഓ സോറി, എന്താണ്? ഗുഡ് നൈറ്റ്. അല്ലേ? 32 നാക്കിനിടയിൽ പല്ല. അല്ലയോ? പല പറ്റും തെറ്റും. 32 നാക്കിന്റെ ഇടയ്ക്ക് ഒരു പല്ല. പല പറ്റും തെറ്റും. വീണ്ടും പറ്റു തെറ്റും. മനസ്സിലായി? അപ്പൊ 32 പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാക്കാണ്. പല തെറ്റും പറ്റും. അല്ലേ? അപ്പം എന്താണ്? നമ്മള് ഈ സ്റ്റിൽ സൺസെറ്റ് വരെ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. അതിനുശേഷം നമ്മൾ എന്ത് പറയണം? ഗുഡ് ഈവനിംഗ് പറയണം. രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ എന്ത് പറയാനുള്ളത്? കേട്ടല്ലോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. This is what is the technique to improve your personality. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ടീച്ചേഴ്സിനെ കാണുമ്പോൾ എന്ത് പറയണം? നമ്മള് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് ടീച്ചർ എന്നിങ്ങനെ നിങ്ങൾ കൈ കൂപ്പിക്കൊണ്ട് തന്നെ പറയണം. ഈ കൈ എങ്ങനെ നിൽക്കണം? ഒരു താമരപ്പൂവിന്റെ കൂട്ടി നിൽക്കണം. മനസ്സിലായോ? ഇങ്ങനെ ചൂണ്ടരുത്. ഇങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞാൽ എന്നെ തന്നെ പറയുകയാണ്. മനസ്സിലായോ? നമ്മൾ തന്നെ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്? അമ്പലത്തിൽ പോവാറുണ്ട്. പിന്നെ എവിടെ പോവാറുണ്ട്? പള്ളിയിൽ പോവാറുണ്ട്. പിന്നെ എവിടെ പോവാറുണ്ട്? ചർച്ചിൽ പോവാറുണ്ട്. പിന്നെ എവിടെ പോവാറുണ്ട്? മോസ്കിൽ പോവാറുണ്ട്. പിന്നെ എവിടെ പോവാറുണ്ട്? എവിടെ? പൂജാമുറിയിൽ പോകാറുണ്ട്. അല്ലേ?
അവിടെ പോയിട്ട് നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനോട്. അയ്യോ, ആ ദൈവത്തിനെ നിങ്ങൾ എങ്ങനെ കണ്ടു? അമ്പലത്തിൽ പോയപ്പോ നിങ്ങൾ എന്ത് കണ്ട്? വിഗ്രഹം കണ്ടു അല്ലേ? അതെവിടായിരിക്കുന്നത്? That's in the sanctum sanctorium. That word sanctum sanctorium. What is the meaning of the word sanctum sanctorium? എന്താണ് അർത്ഥം? അൾത്താര അല്ലെങ്കിൽ ശ്രീകോവിൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാല് സാങ്ക്ടം സാങ്ക്ടോറിയം. എന്താണ്? SANCTUM. SANCTORIUM. സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് പറയുന്നത് അർത്ഥം ശ്രീകോവിൽ അല്ലേ? അപ്പൊ ഏത് പരിശുദ്ധമായിട്ടുള്ള ദേവാലയത്തിൽ നമ്മൾ പോയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ അൾത്താര കാണാൻ പറ്റും, ശ്രീകോവിൽ കാണാനായിട്ട് പറ്റും അല്ലേ? അവിടെ എന്ത് കാണും? സുന്ദരമായിട്ടുള്ള ഒരു രൂപം കാണും. ഈ രൂപം ഇവിടെ നടന്നേക്കുന്നത്, ഈ രൂപം ഇവിടെ നടന്നേക്കുന്നത് മിടുക്കൻ കല്ലിക്കൊത്തി. ആര് കൊത്തി? ആര് കൊത്തി? മനുഷ്യൻ കൊത്തി. ആ മനുഷ്യനെ വിളിക്കുന്ന പേരെന്താ? ശില്പികൾ നമ്മൾ. അപ്പൊ ശില്പികൾ കൊത്തി. ഈ ശില്പികൾ ഇങ്ങനെ കൊത്തുമ്പോഴേ ഒരു ദിവസമാണെങ്കിൽ ഒരു ശില്പി ഒരു കുന്നിന്റെ മുകളിൽ പോയി വലിയ മുലയിൽ പോയിട്ട് എന്തെയ്യോ? രണ്ട് കല്ലെടുത്തു, വലിയ പാറക്കല്ല്. രണ്ട് പാറക്കല്ലുകൾ എടുത്തിട്ട് നീ തുടങ്ങിയപ്പോൾ കൊത്താൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയോ? ഒന്നാമത്തെ പാറക്കല്ല് അതിനെ സഹിക്കാൻ പറ്റും. വേദന കൊണ്ട് ഞെരുവിരി കൊള്ളുക, അസ്വസ്ഥനാവുകയാണ് ആ കല്ല്. മനസ്സിലായോ? ആ കല്ല് എന്താവുകയാണ്? അസ്വസ്ഥനാവുകയാണ്. അസ്വസ്ഥനാവുകയാണ്. മനസ്സിലായോ? ഈ അസ്വസ്ഥനായപ്പോഴത്തേക്കും എന്ത് ചെയ്ത്? ഈ ശില്പിയുടെ കൊത്തു കൊള്ളാനായിട്ട് അവന് വയ്യ. മനസ്സിലായോ? ഈ ശില്പിയുടെ കൊത്തേക്കുമ്പോഴത്തേക്ക് ഇവൻ അസ്വസ്ഥനാവുകയാണ്. ഇവനിരിക്കാൻ പറ്റുന്നില്ല. ഇവൻ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പൊളന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? ശില്പി കൊത്തിയത് വേറൊരു രൂപമായിട്ട് പോയി. ശില്പി നോക്കിയപ്പോ എന്താണ്? താൻ ഉദ്ദേശിച്ചതല്ല ആ കാർവിങ്സിനകത്ത് വന്നിരിക്കുന്നത്, ആ ശില്പത്തിനകത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം? തന്റെ കയ്യിൽ എന്തുണ്ട്? ചുറ്റിയുണ്ട്. ഒരറ്റ അടികൾ കൊടുത്ത തലയ്ക്ക്. മനസ്സിലായോ? അപ്പോഴത്തേക്ക് അത് ചിന്ന ഭിന്നമായിട്ടങ്ങ് മാറി. മനസ്സിലായോ? പാറക്കല്ലുകളായിട്ടങ്ങ് മാറി. പിന്നെ ഒരു അടികളെ കൊടുത്തു, വീണ്ടും അത് പൊടിഞ്ഞ് പാറക്കല്ലുകളായിട്ട് മാറി. എന്നിട്ട് ശില്പി എന്ത് ചെയ്ത്? വേറൊരു കല്ലെടുത്തപ്പോ എന്ത് ചെയ്തറിയോ? ആ കല്ല് ഇന്ന് കൊടുത്തപ്പോ എന്ത് ചെയ്ത്? സുന്ദരമായിട്ടുള്ള ഒരു ശില്പത്തെ എന്ത് ചെയ്ത്? അദ്ദേഹം കൊത്തിയെടുത്തു അല്ലേ? ആ കൊത്തിയെടുത്ത രൂപത്തെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത്? ഗാന്ധി പാർട്ടി കൊണ്ട് വെച്ചു. ഒരു ഗാന്ധി തല. ആളുകൾ എന്ത് ചെയ്യുന്നു? വന്ന് മാലയിടുന്നു. മനസ്സിലായി? അതിന്റെ വേറൊരു പോഷൻ എടുത്തിട്ട് വേറൊരു എണ്ണത്തിനെ കൊത്തിയെടുത്ത് സുന്ദരമായിട്ടുള്ള ഒരു വിഗ്രഹം അതിനെ കൊണ്ട് അമ്പലത്തിൽ വെച്ചപ്പെടുത്തിയിട്ടില്ല. ആളുകൾ വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു, അതിന് പൂജ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അതിനെ കൊണ്ട് നട്ടാരെ കൊണ്ട് പള്ളി കൊണ്ട് വെച്ചപ്പെടുത്തേക്ക് എന്ത് ചെയ്യുന്നു? അവിടെ വന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദേവാലയത്തിന് ചുള്ളികളായിട്ടത് മാറിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവിടെ വന്ന ആളുകൾ മുട്ടുമുട്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ശില്പികള്. ആരാണ് നമ്മുടെ ജീവിതത്തിലെ ശില്പികള്? അല്ലെ നീ വരാനുണ്ട് അല്ലേ? ആരാണത്? അധ്യാപകരാകുന്ന ശില്പികള് നമ്മളെ കൊത്തും. മനസ്സിലായോ? കൊത്തുമ്പോ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുമ്പോ നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പഠിക്കത്തില്ല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മുടെ സ്വഭാവത്തിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇത് സംഭവിക്കും. നേരെ ചോദ്യം വരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞു തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു വാൽനക്ഷത്രം, ഒരു തോണി എന്താണ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളിന്റെ മകനായിട്ട് ജനിച്ച നമ്മുടെ സ്വന്തം അധ്യാപകൻ സർ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അതാണ് ഔൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന APJ അബ്ദുൽ കലാം സർ അല്ലേ? അദ്ദേഹം നമുക്ക് മാതൃകയാണ്. അതുപോലെ എത്രയോ മഹാരഥന്മാര് സഞ്ചരിച്ച വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവരൊക്കെ എന്തിനു ഇത് കൊടുത്തതാണ്? ഈ അധ്യാപകന്റെ കൊത്തിൽ നിന്ന് കൊടുത്ത ആളുകൾ. ആ
ഒത്തിരി നിന്ന് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവരൊക്കെ എന്താണ് നല്ല ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠകളായിട്ട് മാറുകയാണ്. അങ്ങനെ ഇരിക്കാത്ത ആ കല്ലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശില്പി അടിച്ചു പൊട്ടിച്ച കല്ല് എവിടെ കിടപ്പുണ്ട്? റോഡിൽ കിടപ്പുണ്ട്. മനസ്സിലായോ? ഈ റോഡിൽ കിടക്കുന്ന കല്ലിന് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചേ. ടാറങ്ങോട്ട് ഒഴുകിയാണ്. പിന്നെന്തു ചെയ്യും? പിന്നെന്തോ ഇനി ആരാ അടിച്ചവിടുന്ന് കൃഷി ചെയ്യുന്നേരാ? റോളർ ഇങ്ങനെ കയറി ഇറങ്ങി അതിനെ എന്ത് ചെയ്യണം? അങ്ങോട്ടങ്ങ് പരുവപ്പെടുത്തുക. പാവം ചതഞ്ഞരഞ്ഞ് ഓടി കിടക്കുകയാണ്. അതേസമയം വേറൊന്നോ അയാളുടെ കൂട്ടത്തിൽപ്പെട്ട വേറൊരാൾ എവിടെ ഇരിപ്പുണ്ട്? അമ്പലത്തിൽ ഇരിപ്പുണ്ട്. വേറൊരാൾ എവിടെ ഇരിപ്പുണ്ട്? പള്ളിയിൽ ഇരിപ്പുണ്ട്. മോസ്കിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഇവിടൊക്കെ ഇത് എന്ത് ചെയ്യണം? നമ്മളുടെയൊക്കെ പ്രാർത്ഥനകള് സ്വീകരിച്ച് നമുക്കൊക്കെ അനുഗ്രഹം തരികയാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്? ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറ്റിയാണ്. ഡയറ്റി എന്ന് പറയുന്നത് എന്താണ്? ദേവതയാണ്. ക്ലിയർ? നമുക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോ എവിടെ ഇരിക്കുക? ഞാൻ പറയാണ്, the sun rises in the east and the sun sets in the west. ശരിയാണോ? ദൂരം കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ശരിയാണോ? അല്ല, ഒരു സംഭവമേ ഇല്ല. മനസ്സിലായോ? ഇത് എന്ത് ചെയ്യണം? നമ്മളാണ് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ സൂര്യന്റെ അടുത്തോട്ടും നമ്മൾ ചന്ദ്രന്റെ അടുത്തോട്ടും ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നതൊക്കെ ഉണ്ടാകുന്നത്? പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ രാത്രിയും പകലുണ്ടാകുന്നത്. പക്ഷെ ആ ചലനം എന്തോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കിയോ? നമ്മളെ എങ്ങനെ എടുക്കുക? ബാക്കി കഴിഞ്ഞ് എന്തോ പറ്റും? അപ്പം അതുപോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും സൂക്ഷ്മമായിട്ട് നമ്മളെ ഓരോരുത്തരെയും കെയർ ചെയ്തിട്ട് ആ പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരി നമ്മളെ എതിർപ്പിക്കുകയാണ്. അതിന്റെ കൈക്കുമ്പിലൂടെ കൊണ്ടു നടക്കുകയാണ് അല്ലെ? കടലിൽ കുറച്ച് അല്ലെങ്കിൽ കായലിൽ കുറച്ച് മണ്ണോട്ട് നോക്കി നികരുമോ? നികരത്തില്ല. അതേസമയം നമ്മൾ ഭൂമി പിടിച്ചോട്ട് ഇരുന്ന് എന്താ ഉള്ള അടിയില് വെള്ളമാവുള്ളത് ഇല്ലയോ? നമ്മളതിനെ എന്ത് ചെയ്യാണ്? ബോർവെല്ല് വഴി നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ്. അത് കാരണം എന്ത് ചെയ്യുന്നു? അത് താഴേക്ക് പോകുന്നു. മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്യുന്നു? ഭൂമി ഇരുത്തുന്നു. ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ഭൂമിക്കടിയിലുള്ള വെള്ളം എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇതൊരു ലെയറാണ്, വെള്ളത്തിന്റെ ലെയറാണ്. ഭൂമിയിലോട്ട് കുഴിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ലെയർ കാണാനായിട്ട് പറ്റും. ഇത് എന്ത് ചെയ്യണം? ഭൂമിയെ താഴ്ത്താനായിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു പ്രതിഭാസം തന്നെയാണ്. നമ്മൾ ഒബ്സർവേഴ്സ് ആണ്. എന്താവണം? ഒബ്സർവേഴ്സ്. ഒബ്സർവേഴ്സ് പറയുന്നത് എന്താണ്? നമ്മളെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. മനസ്സിലായോ മക്കളെ? all of you please stand up. ഒരു ചെറിയ മഴ പെയ്യാം, ചെറിയ ഉറക്കം വരും. മനസ്സിലായോ? എല്ലാവരും കൈയെടുത്ത ഇങ്ങനെ എടുത്ത കയ്യെ ഒരു കൈ നോക്കിയേ. ഏത് കൈയായതില്ല? ഒറ്റ വിരലെടുക്ക്. കണ്ടേ? മൂന്ന് തട്ടി. ചെറിയ കാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. രണ്ട് വിരൽ വെട്ടിയേ. അയ്യോ, മഴയുടെ ശക്തിയുടെ കൂടി. മൂന്ന് വിരൽ വെട്ടിയേ. അയ്യോ, കൂടി. നാല് വിരൽ വെട്ടിയേ. നിങ്ങൾ എന്താ ചെയ്തിപ്പം? മഴ ഉണ്ടാക്കി. നമ്മുടെ ജീവനക്കാരെല്ലാവരും ആണോ ഇരിക്കുന്നവര്? അല്ല, നിങ്ങളൊക്കെ ആരാ? മഴ ദൈവങ്ങളാണ്. യെസ് മക്കളെ, മക്കളെ ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന ഇത് വരുന്ന ഒരു കവിത പറയാം. ഏതെങ്കിലും നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കവിതയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണെന്ന് പറയുന്ന ഒരു കവിത പറയും. ഒരു സാധനം താഴോട്ട് വീഴുന്നതും കുഞ്ഞിയെന്ന് എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കവിതയുണ്ട്. മൈലോപ്പള്ളി എന്ന് പറയുന്ന ഒരു വലിയ കവിശ്രേഷ്ഠൻ എഴുതിയ ഒരു കവിത. മാമ്പഴം എന്ന് പറയുന്ന ഒരു കവിത കേട്ടിട്ടുണ്ടോ? എന്തുവാ കവിത? അങ്കണത്തൈമായി നിന്ന് ആദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നു ചുടു കണ്ണീർ, 4 മാസത്തിന് മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി, ഫലമാകുന്ന അമ്മതൻ മണിക്കുട്ടൻ
അമ്മയുടെ മണിക്കുട്ടൻ ഉണ്ടാ, അമ്മയുടെ മണിക്കുട്ടൻ ഉണ്ടോ? മണിക്കുട്ടൻ കുതിരി കത്തിച്ച പോലെ ശരിയുണ്ടോ? ഓടി നമ്മൾ ചെല്ലുകയാണ്. എന്നിട്ട് ഒരു കമ്പെടുത്തിട്ട് ഒരു അറ്റയടി, ഏതാ ആ മറക്കുലക്കാണ് ഒരു അറ്റയടി. അമ്മ എന്ത് ചെയ്ത് ചോദിച്ചു, ചോദിച്ചത് എന്താ? ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ, കുസൃതി കുരുന്നതിന്. കുസൃതി കണ്ടോ? കുസൃതി കണ്ടോ? എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയ ചിരി. എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയ ചിരിയോട് കൂടി വേണം ഇരിക്കാൻ. നിങ്ങൾ എപ്പോ ഈ ചിരി മാറ്റം ഞാൻ നിർത്തുന്നത് കേട്ടല്ലോ കേട്ടോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളെ മുഖത്തൊരു ചിരി വിളന്നിരിക്കണം, നിർബന്ധമോ കേട്ടല്ലോ. പറഞ്ഞ കേട്ടോ, ഞാൻ ആരെ നോക്കിയാലും അവരെ നോക്കി എന്തിരിക്കണം. ഓക്കെ, അപ്പം ഇതിന് ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ ഓടിച്ചു കളഞ്ഞല്ലോ, കുസൃതി കുരുതി. അല്ലേ? മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവൻ പൂല തല്ലുന്നത് അരിക്കൊള്ളാനോ. പൈതലിന്റെ ഭാവം മാറി, വദനാംബുജം വാടി, കൈതവം കാണാക്കണ്ണു കണ്ണുനീർ തടാകമായി. ഒരു കൊച്ചൊരു കാര്യം പറഞ്ഞ് ആ മൺപെഴുന്ന മലർപ്പുര അവരുടെ കയ്യിൽ. എന്നിട്ട് അവൻ പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്തില്ല, ഈ മാങ്ങ പഠിക്കാനായിട്ട് വരത്തില്ല. വാക്കുകൾ സത്യമായി മക്കളെ, ആ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാത്ത ഇടാങ്ങളെ ദീർഘദർശനം ജീവിതല്ലോ എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലായി? ആ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാത്ത ആ കുഞ്ഞ് അടുത്ത വർഷം ആ മാമ്പഴം കൊടുക്കാനായിട്ടില്ല. അതാണ് ആ കവിതയുടെ മനസ്സിലായി. ഇത് പറഞ്ഞപ്പോഴാ കുഞ്ഞെ നിങ്ങളെ ഒരു കാര്യം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് പറഞ്ഞു. കഴിഞ്ഞ മാസം ഒരു മീഡിയാണെന്ന് തോന്നുന്നു, നിങ്ങൾ കേട്ട് കാണും. അടുത്തൊരു സ്കൂളിൽ ആ കുഞ്ഞിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ കുഞ്ഞ് അതിന്റെ സഹപാഠിയോട് ഒരു ഡ്രസ്സ് ചോദിച്ചു, ഇടാനായിട്ട് ഒരു ഡ്രസ്സ്. എൻ്റെ കൂട്ടുകാരനോട് ഒരു ഡ്രസ്സ് ചോദിച്ചു. എൻ്റെ അമ്മ 8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? ഈ കുഞ്ഞിന്റെ അമ്മ 8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് എന്ത് ചെയ്തു, തന്റെ സഹപാഠിയോട് ഒരു ഡ്രസ്സ് ചോദിച്ചു. പക്ഷെ ഈ സഹപാഠി എന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇത് ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അമ്മയച്ഛനും ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിന്ന് ജീവിച്ചില്ല. അല്ലേ? നമ്മുടെയൊക്കെ പ്രായമുള്ളൂ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് മരിച്ചത്. അപ്പം അവൻ അന്ന് കിടക്കുന്നത് കാണാനായിട്ട് ഞാൻ പോയിട്ട് വന്നു. ചിലർക്ക് കാണേണ്ടി വന്നു, അങ്ങനെ പോകേണ്ടി വന്നു. പോയിട്ട് വന്നപ്പോൾ അവനെന്താണ് പുത്തൻ ഉടുപ്പ് നോക്കിയിട്ടില്ല. പുത്തൻ ഉടുപ്പ് ആ മനസ്സിലാവസ്ഥ അല്ലേ? അപ്പം മക്കളെ, നമ്മൾ ഈ ക്യാമ്പുകളും ക്ലാസ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് SPCയിൽ വന്നു? നിങ്ങളൊരു മനസ്സുള്ളൂ അല്ലേ? എന്തിനുള്ള മനസ്സ്? സാമൂഹ്യ സേവനം ചെയ്യാനുള്ള മനസ്സ്. വളരെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന NSS എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ പ്രോഗ്രാം ഓഫീസറാണ് സാർ. വീടൊക്കെ മനസ്സിലായി? ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുറച്ച് കുഞ്ഞുങ്ങൾ എല്ലാവരുടെ സഹകരിച്ചതിന്റെ പേരിൽ ഒരു വീടൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങളൊരു 50 കിലോ അരി കൊടുത്തു. 50 കിലോ അരി കൊടുത്തപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മ മാത്രം. അമ്മയ്ക്ക് കയറാനും വയ്യ, ഇറങ്ങാനും വയ്യ, പാവത്തോട് സംസാരിക്കാനാണ്. ഈ പാവമാണ് അങ്ങോട്ടും കൂട്ടും ചെയ്തിറങ്ങി കാര്യങ്ങൾ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ പരിസരത്തിൽ കാണിക്കാനുള്ള അമ്മൂമ്മമാരും ഒറ്റപ്പെട്ട ആളുകളും നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ചെന്നിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ വേറെ കേട്ടോ. ഒരു ഇച്ചിരി നേരം അവരോടൊപ്പം ചെന്നിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സംസാരിക്കണം. അതുപോലെ നമ്മളുടെ ഇടയ്ക്കിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് നിങ്ങളുടെ എന്തോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ മനസ്സിലൊന്നും തൊടാൻ പറ്റും. മനസ്സിലായ? ആ മനസ്സിൽ തൊടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്കൊക്കെ എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അപ്പം അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഈ മനസ്സിൽ തൊടുന്നവരായിട്ട് നമ്മൾ വളരുക, മാറുക എന്നുള്ളതാണ് സാറിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ. പെട്ടെന്ന് ഈ ഒരു
ഓർത്തതാണ്. ആ പയ്യൻ SPC ഉണ്ടായിരുന്ന പയ്യനാണ് കേട്ടോ. ആ കുഞ്ഞ് SPC ഉണ്ടായിരുന്ന കുഞ്ഞാണ്. എന്താണ് പോച്ചേരി ഇടുവാണ് നമ്മുടെ കൂടെ. മനസ്സിലായോ? വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മള് ഇപ്പൊ കാണുന്നുണ്ട്. നമ്മളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ്. നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ പഠനഭാരം അല്ലെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ TV ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇത്. നിങ്ങൾ കളിക്കാൻ പോകാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓടി ചെന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു കൊടുക്കും. ഈ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ 8ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ മടിയിൽ പോയിരിക്കത്തില്ല, അച്ഛന് ഒരു ഉമ്മ കൊടുക്കത്തില്ല, അച്ഛനെ ഇങ്ങനെ ഒന്നും കെട്ടിപ്പിടിക്കത്തില്ല. അവർക്ക് എന്തോ പോലെ. എത്ര പേരുണ്ട് ഇവിടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നവർ? ആണോ? ബാക്കിയുള്ളവർ ചെയ്യണം. ആമ്പിള്ളേർ എത്ര പേരുണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നവർ? ഈ അച്ഛനെന്ന് പറയുന്നതേ ഭയങ്കര ഒരു വലിയ സാധനമാണ്. അദ്ദേഹം എന്താണ് നമ്മുടെ മുമ്പിലൊക്കെ ഭയങ്കര റഫായിട്ടൊക്കെ അഭിനയിക്കുക. മനസ്സിലായി? കാരണം എന്താണ്? ഒരു മാസത്തിന്റെ 1ാം തീയതി മുതൽ 30ാം തീയതി വരെ നമ്മുടെ വീടുകൾ റൺ ചെയ്യിക്കണമെങ്കിൽ ഈ പറയുന്ന പാവങ്ങൾ കഷ്ടപ്പെടണം. രാവിലെ നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല വേലക്കാരി, ഇതുപോലൊരു വേലക്കാരിയെ ഇന്നും കിട്ടത്തില്ല. സ്നേഹം ഇഷ്ടം പോലെ തരും. അതുപോലെ തന്നെ എന്താണ് എല്ലാ ജോലിയും ചെയ്തു. ഒരു മടുപ്പുമില്ല. മനസ്സിലായോ? എന്താണ് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതത്തിൽ എത്ര റോളുകളുണ്ട് നിങ്ങൾ അഭിനയിക്കും. നമ്മുടെ അഭിനയിക്കുന്ന എത്ര റോളുകളുണ്ട്? മാൻ ഇൻ ഹിസ് ലൈഫ്. നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സില് 7 Ages എന്ന് പറയുന്നത് ഫോം പഠിക്കുന്നുണ്ട്. That's written by whom? William Shakespeare. Who was he? Was the greatest dramatist who ever lived in this world. മനസ്സിലായോ? He says that all the words is stage. We men and women are mere players in this world. We have our own existence and interactions. One man in his time plays many roles. At first the infant, mewling and puking under the care of a nurse. What's the meaning of the word mewling and puking? Mewling and puking. Crying like a cat. എന്താണ് അർത്ഥം? Crying like a cat. ഒരു പൂച്ചയോടെ കരച്ചിലോട് കൂടി ഒരു കൊച്ചു കരയുന്ന ഒരു കൊച്ചു കരയും. ഒരു കൊച്ചു കരയും. അവിടെ പയ്യന്മാരും ഇല്ല, ഇവിടെ ചെയ്യുന്ന വെറുതെ തള്ളു. ടീച്ചർ ഈ കുട്ടിയെ
ടീച്ചറെ ചൈൽഡ്ഹുഡ് പീരീഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എവിടെ പോകുന്നതാ? സ്കൂളിൽ പോകുന്നത്. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ. അതൊട്ടാ പോകുന്നത്. ഒച്ചെഴുന്നേറ്റ് കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? സ്കൂളിലോട്ട് പോകും. അല്ലേ? നമ്മൾ ഇങ്ങോട്ട് സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം കാണാൻ നിങ്ങൾ എന്തോ ചെയ്യും? ഇങ്ങനെ തെറ്റത്തില്ലയോ? എന്നിട്ട് ഈ ചെറിയ മീനൊക്കെ പിടിച്ച് എന്തോ ചെയ്യും? ഈ മതിലിലേക്ക് നിൽക്കുന്ന മോസ് അല്ലേ? പായലെടുത്ത് നീങ്ങളെ ഇങ്ങനെ വടം വലിക്കത്തില്ലയോ? ഒട്ടിക്കത്തില്ലയോ? ചെയ്യുന്നില്ലയോ? ഇതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ വരും. തേർഡ് സ്റ്റേജ് ഏതാണ് നമ്മുടെ? ലവേഴ്സ് പീരീഡ്. അതിന് വേറൊരു പേരെന്താണ്? അഡോളസെന്റ് പീരീഡ്. അതിന് വേറൊരു പേരെന്താണ്? ടീനേജ്. അല്ലേ? ആ സ്റ്റേജ് എന്താണ്? അൺതിങ്കിങ് ബോയ് അല്ലെങ്കിൽ അൺതിങ്കിങ് ഗേളിന്റെ പീരീഡ്. അല്ലേ? ദാറ്റ്സ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫ്. Then comes the fourth, that is a soldier stage. There. Then the fifth stage, അല്ലേ? ഏതാണ്? Riotous judge. അല്ലേ? Then the sixth stage, ഏതാണ്? Old age. Sorry, middle age. The last stage, that is old age. Okay. And we all are disappear behind the curtain. നമ്മളെല്ലാം എവിടേക്ക് പോവുകയാണ്? തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോവുകയാണ്. There ends our eventful history in our life. അല്ലേ? അവിടെ നമ്മുടെ സംഭവബഹുലമായിട്ടുള്ള ജീവിതം എന്ത് ചെയ്യണം? അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മ അതിനെപ്പറ്റി പറയാനാണ് അല്ലേ? കാരണം അമ്മ അനുഭവിച്ചതിന്റെ ഒരു വേദന ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസ്ഥികളും ഒടിഞ്ഞു തുറങ്ങി കഴിഞ്ഞാൽ അനുഭവിക്കുമാകുന്ന വേദന എന്താണോ അതിനെക്കാട്ടിലും വലിയ വേദനയാണ് അമ്മ നിങ്ങളെ പ്രസവിച്ച സമയത്ത് അനുഭവിക്കുന്നത്. ക്രോസ് ഓഫ് ചിൽഡ്രൻ. പ്രസവ വേദന ഇംഗ്ലീഷ് എന്താണ്? ക്രോസ് ഓഫ് ചിൽഡ്രൻ. മനസ്സിലായി? ആ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന വേദനയാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള വേദന. അപ്പൊ അത്രയും വേദന സഹിച്ചിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മറുവാക്ക് പറയും. പറയൂ നിങ്ങൾ ആരെങ്കിലും? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരാരും പറയും. കാരണം ഇവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം എന്താണ്? നല്ല മക്കളുമാണ്, നല്ല പിള്ളേരാണ്. ഈ SPC ക്യാമ്പിന്റെ പ്രത്യേകത ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങളെ കേട്ടോ, അവനെ കണ്ടത് മനസ്സിലായി? അത് ഇതുപോലെ മുൻകാരിയിരിക്കും സ്വപ്നത്തിൽ നോക്കി. അപ്പൊ ഇത് വന്നപ്പോ എന്താണ്? സത്യവാനിരിക്കും കേട്ടോ. ഇതിനെ കണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടിരിക്കും. ഇന്നലെ കണ്ടോ? ഇന്നലെ ഞാൻ കണ്ടോ സ്വപ്നത്തിൽ കേട്ടോ. ഇവരെ കണ്ട് ഈ ഉടുപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ കണ്ടോ? അപ്പൊ നിങ്ങൾ പല ആളുകളെ ഞാൻ എന്ത് ചെയ്ത് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്.
1 രൂപ കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് നമ്മുടെ വീട്ടിൽ. ആരാണ്? നമ്മുടെ അച്ഛനാണ് അല്ലേ? അടുത്ത ക്ലാസ് വേറെ ആരുടെ തീർന്നു.